പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ഇന്ന് ഞായറാഴ്ച ഇന്ന് സാബത്ത്. ഈശോയുടെ കൂടെ ഒരുപാട് സമയം ഇരിക്കേണ്ട ദിവസമാണ്. ജോലി ചെയ്ത് ഇന്ന് മനസ്സ് ഫ്രീ, ഭാര്യയുടെ ഒപ്പം, മക്കളുടെ ഒപ്പം, മാതാപിതാക്കളുടെ ഒപ്പം, ഭർത്താവിൻ്റെ ഒപ്പം ഇരിക്കാൻ കിട്ടുന്ന ഈ നിമിഷം, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഈ നിമിഷം, ദേവാലയത്തിൽ സന്തോഷത്തോടെ പോകാൻ കിട്ടുന്ന ഈ നിമിഷം എത്രയോ അനുഗ്രഹ നിമിഷമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ആരാധന, ആരാധന, ആരാധന. സാബത്ത് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന് പ്രമാണം 3 നമ്മൾ പഠിക്കുന്നുണ്ട്. സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ ഞായറാഴ്ച കൂടുതലും പ്രാർത്ഥനയ്ക്കായിട്ട് എടുക്കുക. ഈശോയുടെ കൂടെ ആരാധനയുടെ മുമ്പിൽ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുക. നമുക്ക് ചില സമയം തോന്നും നാളെ പോകാം, പിന്നെ പോകാം, കുറച്ച് നേരം ഇരിക്കാം, അല്ലെങ്കിൽ ഇപ്പം വേണ്ട, പിന്നെ കുറേ നേരം ഇരിക്കുക. അതെല്ലാം പിശാച് തരുന്ന വലിയ തന്ത്രമാണ് കേട്ടോ. സാത്താൻ തരുന്ന തന്ത്രമാണ്. സാത്താൻ തരുന്നത് നമ്മൾ അതിലൊന്നും വീഴരുത്. അപ്പം എന്ത് ചെയ്യണം? ആദ്യം പ്രാർത്ഥന, ആദ്യം വിശുദ്ധ കുർബാന, അത് കഴിഞ്ഞിട്ട് മറ്റുള്ള കാര്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയിൽ നമ്മൾ എന്ത് ചോദിച്ചാലും നമ്മുടെ ദൈവം നമുക്ക് തരും. നീണ്ട 8 മണിക്കൂറത്തെ ക്ലാസ്സാണ് വിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങളവിടെ കേൾക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ി കർത്താവേ. ആരാധന, 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 ആരാധന. കർത്താവേ, ഇവർ സമർപ്പിച്ചിരിക്കുന്ന 5 നിയോഗ ക്ലാസ്സുകൾ, 5 അസാധ്യമായ കാര്യങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടല്ലോ. ആ 5 നിയോഗങ്ങളും എത്ര പെട്ടെന്ന് നടത്തി കൊടുക്കണമേ കർത്താവേ. 43 ദിവസത്തേക്ക് മക്കളെ ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അതാണ് 40 ദിവസത്തിനുള്ളിൽ നിങ്ങളെ ഏത് കാര്യങ്ങളും കർത്താവ് നടത്തി തരും. അതിന് നന്ദി പറയുക, സാക്ഷ്യം പറയുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. മക്കളില്ലാതെ വേദനിക്കുന്ന എല്ലാ മക്കൾക്കും കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന എല്ലാ മക്കൾക്കും മക്കളെ കൊടുക്കണമേ. സ്നേഹമുള്ളവരെ, 1695 ദമ്പതികൾക്കാണ് ബ്രദറിൻ്റെ പ്രാർത്ഥന വഴി മക്കളെ കിട്ടിയിരിക്കുന്നത്. വൈക്കത്തുനിന്ന് വരുന്ന ടീച്ചർക്ക് 23 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. പാവം ടീച്ചർക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് ദൈവമേ നീ തരികയാണെങ്കിൽ ഇരട്ട കൊച്ചുങ്ങളെ തരണേന്ന്. ഹല്ലേലൂയ. ആ ടീച്ചർ ഒരു പ്രത്യേക സ്പെഷ്യൽ കൃപയൊക്കെ നമ്മുടെ ധ്യാനത്തിലൂടെ കിട്ടി. കർത്താവേ, അങ്ങയുടെ തിരരക്തം ഞങ്ങൾക്ക് നൽകണേ എന്ന് പറയുന്നത് അങ്ങ് പ്രാർത്ഥിക്കാൻ വെട്ടിക്കുകയുള്ള അക്കരപ്പള്ളിയുടെ പരിസരത്താണ് അവരുടെ വീട്. അപ്പോൾ വിശ്വാസത്തിന് ഒരു കുറവുമില്ല. ചെറുപ്പം മുതൽ അങ്ങനെ മറ്റൊരു ഇതിലാണെങ്കിൽ പോലും ക്രിസ്തീയ വിശ്വാസത്തിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, അങ്ങനെ തിരരക്തം തരണേന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ ഭർത്താവ്, ആ മനുഷ്യന്, മഹാദേവന് ഇഷ്ടംപോലെ മുണ്ടയിലും ഒക്കെ തിരരക്തം കിട്ടിയിട്ടുണ്ട്. വേളാങ്കണ്ണി പോയിട്ട് അവിടെ വെച്ചും മാതാവ് വഴി അത്ഭുതം നടന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ സഹോദരിക്ക് തിരരക്തം കിട്ടിയപ്പോൾ പ്ലാവിൻ്റെ മേലെ ഇലയമ കണ്ടു. എനിക്കാണെങ്കിൽ പൊക്കം കുറവ്, ഈശോയെ താഴ്ത്തുന്നു തരണേന്നാണ് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തുന്നു തരണേന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്തുണ്ടായി? തൊട്ട് താഴ്ത്ത് തന്നെ പ്ലാവിൻ്റെ ഇലകളെ ബ്ലഡ് വന്നു. പ്രൈസ് ദി ലോർഡ്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, വേദനിക്കുന്ന മക്കളില്ലാതിരിക്കുന്ന എല്ലാ മക്കൾക്കും മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാവുന്നു. അങ്ങയുടെ ദൈവത്തിന്മേൽ ഈശോ അനുഗ്രഹിക്കപ്പെടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനെ ഭാവിയുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്പുരാന്റെ വേശൽമിയാമേ. ഈശോയെ, തകർന്ന് കിടക്കുന്ന മനസ്സ്, എല്ലാവരും ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ നോക്കാൻ ആളില്ല. വയസ്സായി കിടക്കുന്ന അപ്പച്ചനമ്മച്ചയ്ക്ക്, കർത്താവെ, രോഗാവസ്ഥയിൽ കിടക്കുന്നവർക്ക്, അവർക്കെല്ലാവർക്കും ഒരു കൈ സഹായം കൊടുക്കണേ കർത്താവെ. ഈശോയെ, കുടുംബം പോറ്റാൻ വേണ്ടി, മക്കളെ പോറ്റാൻ വേണ്ടി കപ്പലിലും ഫ്ലൈറ്റിലും ഗൾഫ് രാജ്യങ്ങളിലും കൂലിപ്പണിക്കും മറ്റുള്ളതിനൊക്കെ പോയിരിക്കുന്ന മക്കൾക്ക് കർത്താവെ കൃപ നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സംരക്ഷണം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃഷി ചെയ്യുന്ന മക്കൾക്ക് കൃഷി എല്ലാവരും അനുഗ്രഹമായി മാറട്ടെ. മത്സ്യബന്ധനത്തിന് പോയിരിക്കുന്ന മക്കൾക്ക്
നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു. അങ്ങയുടെ ദൃത്യഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവളാകുന്നു. പരിശുദ്ധ പറയുമ്പോൾ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാൻ്റെ പരിശുദ്ധമേ ആമേൻ. പിതാവിന്റെ പരിശുദ്ധ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സന്തോഷത്തോടെ ഇരിക്കും മക്കളെ, സന്തോഷത്തോടെ. ഈശോയുടെ സന്തോഷം നിങ്ങൾക്കുണ്ടാകട്ടെ. ആ സമർപ്പിച്ച 5 കാര്യം നടക്കട്ടെ. ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതെ വിടില്ല മക്കളെ. അനുഗ്രഹിക്കട്ടെ, 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 അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ സാബത്ത് ദിവസം ഒരാനന്ദകരമായിരിക്കട്ടെ നിങ്ങളുടെ ഓരോ നിമിഷവും. പ്രൈസ് ദി ലോർഡ്. മക്കൾക്കും അവർ നന്നായി പഠിക്കട്ടെ, പ്രാർത്ഥന വളരട്ടെ, വിശുദ്ധിയിൽ വളരട്ടെ. ആമേൻ, 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 ആമേൻ. നിത്യപിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. യേശുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ.